ഈ ആളുകൾ റീലിലൊക്കെ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഭയങ്കരമായിട്ടുണ്ട്. അതായത് അവർക്ക് എപ്പോഴും സ്ക്രീൻ മാറി മാറി വരുന്നുണ്ട്. ഡോപ്പമിൻ റിലീസ് വളരെ കൂടുതലായതുകൊണ്ട് റിയൽ ലൈഫ് അവർക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ റിയൽ ലൈഫ് ബോറിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ അണ്ടർ 16 സാർ നോക്കിയാൽ ഒരു റീസെൻറ്റ് ന്യൂസാണ്, സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു. അതായത് അണ്ടർ 16 അവിടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് ഇന്ത്യ പോലെയുള്ള ഇത്രയും വലിയൊരു ഇൻ്റർനെറ്റ് യൂസേജ് ഉള്ള ഒരു രാജ്യത്ത് പോസിബിൾ ആണോ? അണ്ടർ 16 ബാൻ ചെയ്യുക എന്നുള്ള കാര്യം ഇല്ലല്ലോ. അത് ഗവൺമെന്റ് അതിന്റെ ഒരു നീഡ് അസസ് ചെയ്തിട്ട് അത് ആവശ്യമാണെന്ന് ഗവൺമെന്റ് ബോധ്യപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അണ്ടർ 16 ഏജിൽ ഈ കുട്ടികൾക്ക് പലപ്പോഴും ഇത്രയും അറ്റൻഷൻ ഇതിലേക്ക് പോയി കഴിയുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട, കാണേണ്ട, കേൾക്കേണ്ട, പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലെല്ലാം അവർ മിസ് ഔട്ട് ആവുകയാണ്. ആ മിസ് ഔട്ട് ആയി കഴിയുമ്പോൾ പിന്നീട് ഒരു പക്ഷേ അഡൽട്ട് ഏജിലേക്ക് വന്നതിന് ശേഷം ഈ പറയുന്ന സാധനങ്ങൾ അവർക്ക് അക്വയർ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഈ ADHD എന്ന് പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം. കൊച്ചുകുട്ടികൾ മൊബൈൽ ഏറ്റവും കൂടുതൽ കാണുന്ന കുട്ടികൾക്ക് വരുന്ന ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസീസ് എന്ന് പറയുന്ന ഡിസോർഡർ പറയുന്ന ഈ സാധനം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. കുഞ്ഞു കുട്ടികളിൽ തന്നെ ഈ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ ഒരു ഈ കുട്ടി സംസാരിക്കുന്ന അവർ UAE-യിലാണ്. ഈ കുട്ടി സംസാരിക്കുന്ന ഭാഷ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവും. ഈ കുട്ടി എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് റഷ്യനാണ്. ഇവർക്ക് പേരൻസിന് മനസ്സിലാകുന്നില്ല ഇതേത് ഭാഷ. അത് എന്നിട്ട് അന്വേഷിച്ച് വരുമ്പോൾ ഈ കുട്ടി കാണുന്നത് TV-യിൽ കണ്ടുകൊണ്ടിരുന്ന എന്തോ റഷ്യൻ പരിപാടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് കുട്ടി പിക്ക് ചെയ്ത വാക്കുകളും റഷ്യൻ വേർഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഈ ഡൊമൈനിലല്ലാത്തതുകൊണ്ട് നമുക്കറിയാത്തതാണ്. ഡൊമൈൻ എക്സ്പേർട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു 100,000 കഥകൾ പറഞ്ഞുതരും. അതിന്റെ ഒരു അടിസ്ഥാന റീസൺ എന്ന് പറയുന്നത് കൂടുതൽ സ്ക്രീൻ ടൈം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന അതിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ സാർ, അപ്പം സാറ് കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കൊക്കോമിലോൺ പോലെയുള്ള യൂട്യൂബ് ചാനൽ കുട്ടികൾക്ക് വെച്ചു കൊടുത്തിട്ട് ആദ്യമേ കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കാനെന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങുന്നത്. പിന്നീട് കുട്ടി കരയുമ്പോഴെല്ലാം ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഇത് വെച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് പേരൻസ് മാറുന്നത്. പിന്നെ കുട്ടി ഫുൾ ടൈം ഇതിന്റെ ഫ്രണ്ടിലേക്കായി സ്പീച്ച് ഡിലേ, അതായത് കുട്ടി സംസാരിക്കുന്ന സമയം എത്ര ഒരു വയസ്സ് സംസാരിക്കേണ്ട ആളാണെങ്കിൽ അല്ലെങ്കിൽ 1.5 വയസ്സ് സംസാരിക്കണമെങ്കിൽ 3 വയസ്സോ 4 വയസ്സുമായിട്ട് സ്പീച്ച് ഡിലേക്ക് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നു. പിന്നെ ഒരു സോംബി പോലെ കുട്ടികൾ പെരുമാറുക, അതായത് TV ഓഫ് ചെയ്ത് അപ്പോൾ വയലൻ്റ് ആവുന്ന രീതിയിലേക്കൊക്കെ കുട്ടികൾ മാറുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ സാറ് ആസ് എ ഒരു പേരൻ്റ് ആണെങ്കിൽ സ്ക്രീൻ ടൈം ഇപ്പോൾ 18 months വരെ സ്ക്രീൻ കാണിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അതല്ലാതെ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികൾക്കുള്ള സ്ക്രീൻ ടൈമിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കുട്ടികൾ ഫിസിക്കലി എൻഗേജ് ചെയ്യുന്ന, ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഒരു മേജർ ഇതാണ് കുട്ടികളുടെ ഒരു ബേസിക് ട്രേറ്റ് എന്ന് പറയുന്നത് അവരുടെ ക്യൂരിയോസിറ്റിയാണ്, അല്ലേ? ആ കുട്ടികൾ വന്ന് ക്യൂരിയസ് ആയിട്ട് കുറച്ച് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എത്ര ആളുകളുണ്ട്? അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുക. കുട്ടികൾ പലതരത്തിലുള്ള ക്യൂരിയോസിറ്റി ലെവലുള്ള കുട്ടികളുണ്ടാകും. പക്ഷെ അതിൽ തന്നെ ഇവൻ എന്ത് പറഞ്ഞാലും സംശയമാണ് എന്ന രീതി. പക്ഷെ ആ ക്യൂരിയോസിറ്റി അവൻ്റെ ഒരു ഇൻ്റലിജൻസിൻ്റെ ലക്ഷണം കൂടിയാണ്. ആ ക്യൂരിയോസിറ്റിയെ പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള ഒരു ഉദാഹരണം, ഇപ്പം നമ്മൾ കുട്ടികളോട് ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന് പറയും. കറക്റ്റ്. ഭക്ഷണം എന്തുകൊണ്ട് വേസ്റ്റ് ആക്കരുതെന്ന് അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ ലോകത്ത് ഇത്രയധികം ജനങ്ങളുണ്ട്, കുറേയധികം ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, ഇതിന് ഇത്ര ഇതുണ്ടെന്നൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. അതേസമയം ഇവൻ്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഭക്ഷണത്തിന് വേണ്ടി റോഡ് സൈഡിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു ഇലയിൽ ഭക്ഷണം അവന് വിളമ്പി കൊടുത്തേക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കോമൺ കാഴ്ചകളാണ്. ഈ കാഴ്ച ആ കുട്ടിയെ ഒന്ന് എക്സ്പോസ് ചെയ്താൽ, വണ്ടി നിർത്തി അവനെ കൊണ്ടുവന്ന് ഈ കുട്ടിക്കൊരു ഭക്ഷണം ഇവനെ കൊണ്ട് കൊടുപ്പിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ 4 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതെന്താണ് അമ്മേ, എനിക്ക് ഭക്ഷണം ഇങ്ങനെയല്ല തരുന്നു, ഇത് ഭയങ്കര ഡേർട്ടി എൻവയോൺമെൻ്റ് അല്ലേ, അങ്ങനെ കൊടുത്താൽ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറഞ്ഞു കൊടുക്കാം, നോക്കൂ എല്ലാവർക്കും ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യു ആർ എ പ്രിവിലേജ്ഡ് ഗായ് അല്ലെങ്കിൽ ബോയ്, നിനക്ക് കിട്ടുന്ന പ്രിവിലേജിനെ നീ തീർച്ചയായിട്ടും ഒരു കമ്മിറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നിനക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ കുട്ടി കണ്ടില്ലേ, അവന് ഭക്ഷണം കിട്ടിയിട്ടില്ല, നിനക്ക് ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ വേസ്റ്റ് ആക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മളെക്കാൾ നന്നായിട്ട് അവന് മനസ്സിലാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്പോഷറിലൂടെ കുട്ടികളെ
കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, മനസ്സിലാക്കുന്ന, അവൻ്റെ ക്യൂരിയോസിറ്റിയെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അതുപോലെ തന്നെ മോർ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ കുട്ടികളെ ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിന്നും പൂർണ്ണമായിട്ടും ദൂരെ നിർത്തുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട് കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കുന്ന ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന സ്ക്രീൻ ടൈം അതുപോലുള്ള അവര് ഒരു മൂലയ്ക്ക് ചടഞ്ഞിരിക്കുന്നതിൽ നിന്നും കുറേയൊക്കെ മാറ്റാൻ പറ്റുമെന്നാണ് ഒരു സ്ക്രീനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടുക. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അവർക്ക് കുറെ ഈ മെന്റൽ എബിലിറ്റി കൂട്ടുന്ന കുറെ ഡിവൈസ്, ഈ പറയുന്ന ഒരു കുറെ ബ്ലോഗ്സ്, അങ്ങനത്തെ കുറെ അവരുടെ അത് ഇവോക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറച്ചും കൂടെ കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. എനിക്ക് പേരൻസ് എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് അതിന്റെ. പേരൻസ് പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ പേരൻസ് എടുക്കുന്ന എഫേർട്ടിനേക്കാൾ മേ ബി ഒരു 100 times എഫേർട്ട് ഇന്നത്തെ പേരൻസ് എടുക്കേണ്ടി വരും. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ കുഞ്ഞായിരിക്കുന്ന കാലത്ത് ഈ പറയുന്ന ഒരു സാധനമില്ല. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ നമ്മൾ ആരും ഒന്നും കാണുന്നില്ല, അവനൊരു കാര്യങ്ങളും അറിയത്തില്ല. ടി വി നമ്മൾ അധികം കാണുന്നില്ല, വല്ലപ്പോഴും കാണുന്ന ടി വി മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഐഡിയാസിൻ്റെ എക്സ്പോഷർ വളരെ കുറവാണ്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് പേരൻസ് അറിയുന്നതിനേക്കാൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ടെക്നോളജി കുട്ടികൾ പേരൻസിനേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവന് എക്സ്പോഷർ ഉള്ളതാണ്. ഇത് പേരൻസ് ഈ കുട്ടിക്കുള്ള എക്സ്പോഷറിൻ്റെ മുന്നേ 2 സ്റ്റെപ്പ് മുന്നേ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം അല്ലെങ്കിൽ അവൻ്റെ വഴിക്ക് പോകും. ഇപ്പം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI വരുന്ന കുട്ടികൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ യൂസ് ചെയ്യാത്ത ഡീപ് സീക്ക് ഇപ്പൊ ഇറങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോ, ഒരു കുട്ടി ഡീപ് സീക്കിനോട് ചോദിക്കുകയാണ്, ഇതും ചാറ്റ് GPT ഡീപ് സീക്കും തമ്മിലുള്ള വ്യത്യാസം. ഈ കുട്ടി ഒരു പ്രോംപ്റ്റ് കൊടുത്ത് അതിന്റെ ഡിഫറൻസ് കുട്ടി തന്നെ കാണിക്കുകയാണ്. അപ്പൊ ഡീപ് സീക്ക് എന്താണെന്ന് അറിയാത്ത പേരൻസ് വന്നാൽ പ്രശ്നമല്ലേ? അപ്പൊ നമ്മൾ അഡ്വാൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ മാർഗം. കുട്ടികളുടെ മുന്നേ നടന്നാൽ മാത്രമാണ് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പം എനിക്ക് സാറിനോടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പേരൻസ് ആക്ച്വലി എന്ത് ചെയ്യുക, കുറച്ചും കൂടെ അവരുടെ ആക്ടിവിറ്റിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ ടേക്ക് ഹോം സാറ് പറഞ്ഞ പോലെ അവർ പുറത്തെ കാഴ്ചകൾ കാണിക്കുക, അങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന പേരൻസ് ഉണ്ടെങ്കിലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും എല്ലാം അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും.